അത് തിരിഞ്ഞു നോക്കുക പോലും വേണ്ട. ആ അഭിപ്രായം തിരിഞ്ഞു നോക്കുക പോലും വേണ്ട. ആ അഭിപ്രായമാണ് ഇവിടെ ഉസ്താദ്മാരെ ഫ്ലക്സ് വെച്ചത്. ഇബ്നു ഹജർ ഹൈതമി പറയാ അങ്ങനെ കിതാബിലുണ്ട്, അത് നിങ്ങൾ നോക്കന്നെ വേണ്ട. നമ്മൾ അതാ നോക്കിയത്, ബാക്കിയൊന്നും നോക്കില്ല. ബാക്കി എല്ലാം ഒഴിവാക്കിയിട്ട് ആ കിതാബ് മാത്രം നോക്കി, അത് ഫ്ലക്സ് ആക്കി, അത് ഇവിടെ വെച്ചു. കണ്ടോ വഹാബികളെ, മറുപടി ഉണ്ടോ? വഹാബികളെ മറുപടി ഇല്ല. മുൻകാല പണ്ഡിതന്മാർ എല്ലാവരും പറഞ്ഞ മറുപടിയാ. അങ്ങനെ ചില കിതാബിൽ വന്നിട്ടുണ്ട്, ആ അഭിപ്രായം ദുർബലമാണ്. അത് തിരിഞ്ഞു നോക്കിയ പോലും വേണ്ട. ഇമാം ഷാഫിയുടെ ഖബറിന് മീതുള്ള കുബ്ബക്കെതിരെ എത്രയെത്രയാണ് പണ്ഡിതന്മാർ ആക്ഷേപിച്ചത്. കണ്ടോ, ഇമാം ഷാഫിനേക്കാളും മീതല്ലല്ലോ കണ്ണിയത്ത് ഉസ്താദൊന്നും. അപ്പൊ ഇമാം ഷാഫിന്റെ ഖബറിന് മീതെ കുബ്ബയുണ്ടായപ്പോ എത്രയാണ് ആക്ഷേപം വന്നത്. മാത്രവുമല്ല അവരുടെ കിതാബില് എത്രയാണിത് പറഞ്ഞത്. അത് തന്നെ മതി അവരൊക്കെ ഇതിനെതിരാണെന്ന് മനസ്സിലാക്കാൻ. ആ നിലക്ക അവര് മറുപടി പറഞ്ഞത്. എന്നിട്ട് പറയാ, അതുകൊണ്ട് നിങ്ങൾ ചോദ്യത്തിൽ പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അതുകൊണ്ട് ചോദ്യകർത്താവ് പറഞ്ഞ ഈ സ്ഥലം ഏത് വഖഫ് ചെയ്യപ്പെട്ട സ്ഥലമല്ല, ഒരു മിച്ചഭൂമിയാണ്. പക്ഷെ അതിന് മറവ് ചെയ്യുന്നു. ആ സ്ഥലമുണ്ടല്ലോ, അത് യഹ്റുമുൽ ബിനാഉ ഫീഹാ, അവിടെ ഉണ്ടാക്കൽ ഹറാമാണ്. വയുഹ്ദമു മാ ബുനിയ ഫീഹാ, ഉണ്ടാക്കിയതുണ്ടെങ്കിൽ അത് പൊളിച്ചു കളയുകയും വേണം. വഇൻ കാന സ്വാലിഹിൻ, അത് സ്വാലിഹിന്റെ ഖബറിലാണെങ്കിലും ശരി, ഔ ആലിമിൻ, ആലിമിന്റെ ഖബറാണെങ്കിലും ശരി, അത് പൊളിച്ചു കളയണം. ഫഅതമിദ് ദാലിക, അതിനെ അവലംബിച്ചോ. വലാ തഖ്തറ ബിമാ യുഖാലിഫുഹു, അതിനെതിരെ പലരും പറയും. അത് നീ ചതിയിൽപ്പെട്ടു പോകണ്ട. സുബ്ഹാനല്ലാഹ്. ഇനി എന്താ കൂട്ടരെ പറയാം, ഇതിനെതിരെ പലരും പറയും. പക്ഷെ വലാ തഖ്തറ, നീ വഞ്ചിതനാകണ്ട. ആ ഉസ്താദ് പറഞ്ഞല്ലോ, ഈ ഉസ്താദ് പറഞ്ഞല്ലോ, ആ മുസ്ലിയാർ പറഞ്ഞല്ലോ, ആ ഖാദിരി പറഞ്ഞല്ലോ, ചതിയിൽ വിട്ടു പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഓലൊക്കെ നമ്മളെ ചതിക്കാണ്, അവരൊക്കെ ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ്, പറ്റിക്കുകയാണ് മുസ്ലിം ഉമ്മത്തിനെ എന്നാണ് ഫതാവൽ കുബ്രയിൽ പറഞ്ഞത്. ഇതിനെ അവലംബിച്ചോ. ഇതിനെതിരെ ആര് പറഞ്ഞാലും ശരി, നീ അത് നോക്കന്നെ വേണ്ട. വലാ തഖ്തറ ബിമാ യുഖാലിഫുഹു, അതിനെതിരായുള്ള അഭിപ്രായങ്ങളിൽ നീ പെട്ടുപോകേണ്ടതില്ല, വഞ്ചിതനായി പോകേണ്ടതില്ല. അതുകൊണ്ട് ഒരിക്കലും അവിടെ ഉണ്ടാക്കാവതല്ല. ഉണ്ടാക്കിയാലോ നിർബന്ധമായും പൊളിക്കണം. എന്നിട്ട് പിന്നെ ഈ ചോദ്യകർത്താവ് ഒരു വിഷയം പറഞ്ഞിരുന്നു. പൊളിക്കാൻ പറഞ്ഞത് ഖബർസ്ഥാന് ശേഷം പിന്നവർക്ക് സ്ഥലമില്ലാതെ റിസർവ് ചെയ്യപ്പെടുമെന്ന് പേടിച്ചിട്ടല്ലേ. ഇത് വിശാലമായ മരുഭൂമിയാണല്ലോ, അതുകൊണ്ട് ആ പ്രശ്നമില്ലല്ലോ. അതിന് മറുപടി എന്താ അറിയോ, ഇപ്പത് പ്രശ്നമില്ലെങ്കിലും ഭാവിയിൽ പ്രശ്നം വരും. ഇപ്പൊ വിശാലമായിരിക്കാം, കുറച്ച് കാലം കഴിയുമ്പോൾ അത് അങ്ങനെ ആവണമെന്നില്ല. അതാ ഇപ്പൊ അങ്ങനെ പ്രശ്നമില്ലെങ്കിലും ഭാവിയിൽ ആ പ്രശ്നമുണ്ടാകും. സാധാരണ എടുപ്പുണ്ടാക്കി കഴിഞ്ഞാൽ അത് അങ്ങനെ പ്രയാസമായി എന്നും അവിടെ നിൽക്കുകയാണ് പതിവ്. അത് പിന്നെ പോകലില്ല. അതുകൊണ്ട് ആലിമിന്റെ ഖബറായാലും വേണ്ടില്ല, സ്വാലിഹിന്റെ ഖബറായാലും വേണ്ടില്ല, ഏത് ഖബറാണോ അവിടെ അങ്ങനെ ഉണ്ടാക്കിയത് നീ പൊളിച്ചു മാറ്റിക്കോ. പറ്റൂല എന്ന് ആര് പറഞ്ഞാലും നീ പരിഗണിക്ക പോലും വേണ്ട. നിന്നെ പറ്റിക്കാനാവില്ല ചെയ്യുന്നത്. ആ ചതി നീ പെട്ടുപോകല്ല എന്ന് ഷാഫി മദ്ഹബിലെ പ്രഗൽഭൻ ഇബ്നു ഹജർ ഹൈതമി അദ്ദേഹത്തിന്റെ ഫതാവൽ കുബ്ര അൽ ഫിഖ്ഹിയ്യ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നു. ഇത് എവിടെയാ പറയാത്തത്? അല്ലുമ്മ മുതൽ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞത്. അല്ലുമ്മലുണ്ട്, മിൻഹാജിലുണ്ട്, മഹല്ലിലുണ്ട്, കല്യൂബിയിലുണ്ട്, ഉമൈറയിലുണ്ട്, ഫത്തുൽ മുഈനിലുണ്ട്, ഫതാവൽ കുബ്രയിലുണ്ട്, അങ്ങനെ തുടങ്ങി ശറഹ് മുഹല്ലബിലുണ്ട്. ഇങ്ങനെ ഷാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങളായി എണ്ണപ്പെടുന്ന ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളിലുമുണ്ട്. പിൽക്കാലത്ത് ചില പണ്ഡിതന്മാര് ഇതിനൊക്കെ വ്യാഖ്യാനം എഴുതിയപ്പോ അവര് ചില ബ്രാക്കറ്റ് കൊടുത്തു. അതെന്താ, ആലിമീങ്ങൾക്കും സ്വാലിഹീങ്ങൾക്കും ഇത് ബാധകമല്ല എന്നൊരു കീലുണ്ട്. അല്ല ഹൈത്തമി പറഞ്ഞ അങ്ങനെ പല കീലുണ്ട്, ഇത് പെട്ടുപോണ്ട. അങ്ങനെ പലരും പറയും. അതൊന്നും നോക്കണ്ട. ഫത്തുൽ മുഈൻ പറഞ്ഞ എന്താ, നിർബന്ധമായും പൊളിച്ചു മാറ്റണം എന്നാ. 105-ാമത്തെ പേജിൽ ഖബറിന് മീതെയോ ഖബറിന് വേണ്ടിയോ എടുപ്പുണ്ടാക്കൽ കറാഹത്താണ്. കാരണം എന്താ, വ്യക്തമായ വിലക്ക് നബിയിൽ നിന്ന് വന്നിട്ടുണ്ട്. കറാഹത്ത് എന്ന് പറഞ്ഞത് ഉണ്ടാക്കുന്നവന്റെ സ്വന്തം സ്ഥലത്താണെങ്കിലാണ്. അവനാന്റെ പറമ്പിലാണ് കെട്ടി ഉണ്ടാക്കുന്നെങ്കിൽ ആ കറാഹത്ത്. പൊതു ഖബർസ്ഥാനാണെങ്കിൽ
ഹറാമാണ് എന്ന് മാത്രമല്ല വഹുദിമ വുജൂബ, നിർബന്ധമായും പൊളിച്ചു കളയണം, നിർബന്ധമായും പൊളിച്ചു കളയണം എന്ന് ഫത്ഹുൽ മുഈൻ. പിന്നെ പിൽക്കാലത്ത് വ്യാഖ്യാനിച്ചോലെ എഴുതി സ്വാലിഹ്യങ്ങൾക്ക് ബാധകമല്ല. ഫത്ഹുൽ മുഈൻ എഴുതിയിട്ടില്ല, സയ്യിദി മഖ്ദൂം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞു നിർബന്ധമായും പൊളിച്ചു കളയണമെന്ന. ശേഷം അദ്ദേഹം പറഞ്ഞല്ലോ അങ്ങനെ പൊളിച്ചു കളഞ്ഞാൽ ആ കല്ലെന്തു ചെയ്യണം എന്ന് അവിടെ ചർച്ച. പൊളിച്ച കല്ലെന്താ ചെയ്യാൻ? അങ്ങനെ അദ്ദേഹം 2-3 ഫത്വ നൽകി. അദ്ദേഹം പറഞ്ഞു, ഒന്ന്, അവകാശികൾ അറിയുമെങ്കിൽ അവകാശികൾക്ക് അത് ഒഴിവാക്കി കൊടുക്കണം. അവകാശികൾ അറിയില്ല, അവകാശികൾ ഉണ്ട് പക്ഷെ അവകാശം അറിയില്ല എങ്കിൽ കളഞ്ഞു കിട്ടിയ വസ്തുവിനെ പോലെയാണ്. റോട്ടിൽ നിന്ന് 500 റുപ്യ ഇട്ട് എന്താ ചെയ്യേണ്ടത്? ഹോട്ടലിന്റെ മുന്നിൽ, ബാബർ ഷാപ്പിന്റെ മുന്നിലൊക്കെ നോട്ടീസ് ഇടാ, ഒരു സംഖ്യ വീണ് കിട്ടിയിട്ടുണ്ട്, ഉടമസ്ഥ തെളിവ് സഹിതം വന്നാൽ കൊണ്ടുപോകാവുന്നതാണ്, അടി ഫോൺ നമ്പറും കൊടുക്കുക. അതുപോലെ ചെയ്യണമെന്ന അവകാശികളെ അറിയില്ലെങ്കിൽ, നട്ടപ്പാതിരാക്കി ഉണ്ടാക്കിയതാ, ആരുണ്ടാക്കിയോ അറിയില്ല, ഇത് ആരുതാ മുതലെന്ന് അറിയില്ല. അപ്പൊ എന്താ പള്ളി കമ്മിറ്റി ചെയ്യേണ്ടത്? പള്ളി കമ്മിറ്റി ചെയ്യേണ്ടത് ഔദ്യോഗികമായിട്ടാണ് പൊളിക്കുക, സ്ക്രൂ ഒക്കെ ഉണ്ടായിച്ചെടുത്തോണ്ട് പള്ളിനെ മുറ്റത്തോടെ വെക്കുക, ഇത് നോട്ടീസ് ഇടുക, ഈ ഖബർ ഈ ജാറം പൊളിച്ചിട്ടുണ്ട്, അവകാശികൾ വന്നാൽ കൊണ്ടുപോകാവുന്നതാണ്. അതാണ് സുന്നത്തമായത്ത്. സുന്നത്തമായത്ത് അതാ, ഏത് ജാറം പൊളിച്ചാലും അവകാശം അറിയുമെങ്കിൽ കല്ല് അവർക്ക് കൊടുക്കണം. അവകാശം അറിയില്ലെങ്കിൽ കളഞ്ഞു കിട്ടിയ വസ്തുവിനെ പോലെയാണ് വഹുക്മുഹു മഅറൂഫ്, അതിന്റെ വിധി അറിയപ്പെട്ടതാണല്ലോ. ഷാഫി മദ്ഹബിലെ ഏറ്റവും ചെറിയ കിതാബിൽപ്പെട്ട ഫത്ഹുൽ മുഈൻ ഇത്ര പച്ചയായി അവരൊക്കെ പഠിപ്പിച്ചു. സമസ്തന്റെ പണ്ഡിതന്മാർ പലരും ആദ്യകാലങ്ങളിൽ വസിയത്ത് ചെയ്തു. എന്റെ നാട്ടിലാണ് സമസ്തന്റെ സ്ഥാപകൻ അബ്ദുൽ ബാരി മുസ്ലിയാർ, സമസ്തയുടെ 1ാമത്തെ വൈസ് പ്രസിഡന്റ്, 2ാമത്തെ പ്രസിഡന്റ്. സമസ്ത രൂപം കൊണ്ടത് എന്റെ നാട്ടിലാണ്, പുതുപ്പറമ്പ്. പിന്നെ ചേളാരിക്ക് പോയി. സമസ്ത എന്നത് രൂപീകൃതമായത് പുതുപ്പറമ്പ. അന്ന് വാളക്കുളം എന്ന പേര്, അന്ന് പുതുപ്പറമ്പ് എന്നല്ല. അൽബയാൻ മാസിക അവിടെ നിന്നാ പുറത്തിറങ്ങിയത്. സമസ്തയുടെ പ്രസ് അവിടെയായിരുന്നു. സമസ്തയുടെ 1ാമത്തെ മദ്രസ ഞങ്ങളുടെ, ഞാനൊക്കെ പഠിപ്പിച്ച മദ്രസയാണ് രജിസ്റ്റർ നമ്പർ 1 സമസ്തയുടേത്. ആ അബ്ദുൽ ബാരി മുസ്ലിയാരുടെ ഖബർ ഇന്നും ജാറമായി മാറിയിട്ടില്ല. അദ്ദേഹം വസിയത്ത് ചെയ്തു, എന്റെ ഖബർ കെട്ടിയുയർത്തി ജാറമാക്കി മാറ്റരുത്. അവിടെ ഉറൂസില്ല, അവിടെ ആവക ഏർപ്പാടില്ല, ജാറമാക്കിയിട്ടില്ല, അത് അങ്ങനെ തന്നെ അവിടെ നിൽക്കുന്നു. പക്ഷേ ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു സിമന്റ് ഇട്ടു, ഒരു അരച്ചാണൊക്കെ ഹൈറ്റുള്ള ഖബർ, അതിന്റെ മേലെ ഒരു സിമന്റ്. അപ്പൊ അവിടെ ഇപ്പോഴുള്ള അവകാശി അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകന്റെ മകൻ, അവരപ്പുറമുള്ളത് എന്റെ ഉസ്താദ് കൂടിയാണ്. അപ്പൊ ഞാൻ ചെന്നു, ഉസ്താദെ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, ഞങ്ങളെ വല്യപ്പാന്റെ വസിയത്തുള്ളതല്ലേ, പിന്നെ എന്താ ഇങ്ങനെ ചെയ്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, കെട്ടുയർത്താൻ പാടില്ല എന്നല്ലേ ഹദീസിലുള്ളൂ. നമ്മൾ അല്ല ഉസ്താദെ, അതേ ഹദീസിലുണ്ടല്ലോ ഖബർ കുമ്മായമിടാൻ പാടില്ല എന്നല്ലേ ഹദീസിൽ ആദ്യം പറഞ്ഞത്. ആ അങ്ങനെ ഉണ്ടല്ലേ, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇക്കൊല്ലം തുടങ്ങി അവിടെ ഉറൂസ്. ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല, ഇത്രയും കാലം അവിടെ ഉറൂസില്ല. ഇക്കൊല്ലം തുടങ്ങി ഉറൂസ്. ഇക്കൊല്ലം എന്താണെന്നറിയില്ല, ഒട്ടുമിക്ക സ്ഥലത്തും പഴയ ഖബറൊക്കെ തെരഞ്ഞു പിടിച്ച് ഒപ്പിച്ചുണ്ടാക്കിയിട്ട് അവിടെയൊക്കെ ഇപ്രാവശ്യം ഉറൂസ് തുടങ്ങാൻ ബോധപൂർവം ചില ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വേറെ ചില മനുഷ്യന്മാർ ഓവർടേക്ക് ചെയ്ത് കൊണ്ടുപോകുമെന്ന് പേടിച്ചിട്ടാണോന്ന് അറിയില്ല. ഇപ്പൊ ഖബറിന് വേണ്ടി പിടിമ്പലേക്കാണല്ലോ. ഏതായിരുന്നാലും ഇത് ഖുർആനെതിരാണ്, ഹദീസിനെതിരാണ്, അതേപോലെ ഷാഫി മദ്ഹബിന് പോലും എതിരാണ്. അമ്പിയാക്കളുടെ ശൈലിയല്ല, അത് ജൂതന്റെ ശൈലിയാണ്, അത് ക്രിസ്ത്യാനിയുടെ ശൈലിയാണ്. അവരിൽ നിന്ന് ഷിയാക്കൾ കൊണ്ടുവന്നതാണ്, ഷിയാക്കളിൽ നിന്ന് സൂഫികൾ ഏറ്റുവാങ്ങിയതാണ്. അതാണ് നമ്മുടെ നാട്ടിൽ പ്രചരിച്ചത്. സൂഫികൾ നമ്മൾ വിചാരിച്ച പോലെ അത്ര ഏതെങ്കിലും ഒരു ചെറുതായി കാണേണ്ടവരല്ല. ഇസ്ലാമിന്റെ അഖീദയിൽ എല്ലാത്തിനും വെള്ളം ചേർത്തവരാ സൂഫികൾ. അല്ലാഹു തആല സൃഷ്ടിയിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്ന പോലെ വിശ്വാസം, ഹുലൂല്, തീവ്രവാദികൾ ഉഗ്രവാദികളായ സൂഫികളുടെ വിശ്വാസം അല്ലാഹ് സൃഷ്ടിയിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങും. അത്ര തന്നെ ഊക്കില്ലാത്ത സൂഫിന്റെ വിശ്വാസം സൃഷ്ടി റബ്ബിലേക്ക് അങ്ങോട്ട് ലയിക്കുന്ന, ഒന്നുകിൽ ഹുലൂല് അല്ലെങ്കിൽ വഹദത്തുൽ വുജൂദ്. അല്ലാഹു ഇങ്ങോട്ട് ഇറങ്ങുക, അല്ലെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് കയറുക. ഇവൻ കേറി പോയി ജദബിന്റെ ഹാലക്കെത്തി ഫനാഹ് പ്രാപിച്ച് അല്ലാഹുലേക്ക് ലയിച്ച് അവനും റബ്ബും ഒന്നായി മാറി. അതാ ഇബ്നു അറബി, സൂഫികളുടെ ഏറ്റവും വലിയ ഷെയ്ഖുൽ അക്ബർ എന്ന് അവര് പരിചയപ്പെടുത്തുന്ന ഇബ്നു അറബി, അയാൾ സുബ്ഹാനല്ലാഹ് മാറ്റി.
ആദ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലിയിരുന്നു പണ്ടൊക്കെ. പിന്നെ കേറി 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 അള്ളാഹുവിനേക്കാൾ ലയിച്ചപ്പോ പിന്നെ സുബ്ഹാനല്ലാഹ് മാറ്റിയിട്ട് പറഞ്ഞു സുബ്ഹാനി 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 സുബ്ഹാനി, ഞാൻ എത്ര പരിശുദ്ധൻ, ഞാൻ എത്ര പരിശുദ്ധൻ. കാരണം എന്താ? രണ്ടും ഒന്നായി. അള്ളയും ഇബ്നു അറബി ഒന്നായി മാറി. പിന്നെ സുബ്ഹാനല്ലാഹ് പറയേണ്ട ആവശ്യമില്ല. കുപ്പായം പിടിച്ച അയാൾ പറഞ്ഞു മാഫിൽ ജുബ്ബത്തി ഇല്ലല്ലാഹ്, ഈ ജുബ്ബയിൽ അല്ലാഹു അല്ലാതെ മറ്റൊന്നുമില്ല. ജുബ്ബന്റെ ഉള്ളിലുള്ള അല്ലാഹു തന്നെയാണ്. ഇബ്നു അറബി നടന്നു പോകുമ്പോൾ ഒരു ചങ്ങാതി ഒരു റൊട്ടി നിന്നുണ്ട്. അപ്പൊ ഇബ്നു അറബി പറഞ്ഞു അർ റബ്ബു യഅകുദുർ റബ്ബ, റബ്ബ് റബ്ബിനെ തിന്നുന്നു. കാരണം തിന്നുള്ളൂ റബ്ബാണ്, റൊട്ടിയും റബ്ബാണ്. KVM പന്താവൂർ മുസ്ലിയാർ എഴുതി വെച്ചു അൽ ഇൻസാനുൽ കാമിൽ എന്ന പുസ്തകത്തിന്റെ പരിഭാഷ. അതിൽ അദ്ദേഹം എഴുതി ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് 3 അർത്ഥമുണ്ട്. ഒന്ന് സാധാരണക്കാരന്റെ അർത്ഥം, അതാണ് അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. 2 സാധാരണക്കാരൻ മർത്തബ കൂടി വലിയായി മാറുമ്പോൾ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം മാറുന്നു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ലക്ഷ്യമില്ല. അവൻ പിന്നെയും കയറിപ്പോയി അല്ലാഹുവിലേക്ക് ലയിക്കുമ്പോൾ, ഫനാഹ് പ്രാപിക്കുമ്പോൾ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം മാറുന്നു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സമം ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യാതൊന്നുമില്ല. എന്നിട്ട് പന്താവൂർ ചങ്ങായി എഴുതിച്ചെന്താ അറിയോ? ഇത് പറയുമ്പോൾ ആരും ചോദിക്കും ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കാണുന്നതെല്ലാം പിണ്ണാക്കാണോ എന്ന് ചോദിക്കും. ഇവിടെ പലതും കാണുന്നുണ്ടല്ലോ. ഇതൊക്കെ പിണ്ണാക്കാണോ ചോദിക്കും. ഉത്തരം പിണ്ണാക്കല്ല. കാരണം പിണ്ണാക്കുമില്ല. പിണ്ണാക്കായി നാം കാണുന്നതും അല്ലാഹു തന്നെയാകുന്നു. പച്ച മലയാളത്തിൽ എഴുതിച്ചതാ അൽ ഇൻസാനുൽ കാമിൽ എന്ന പുസ്തകത്തിന്റെ 37ാമത്തെ പേജിൽ. KVM പന്താവൂർ എന്ന് പറയുന്ന പന്താവൂർ മുസ്ലിയാർ സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാൾ എന്നാണ് മൂപ്പനെ പറ്റി പരിചയപ്പെടുത്തിയത്. അല്ല എഴുതിച്ചതാ. അതാ സൂഫിയുടെ സാധനം. വെറുതല്ല കേന്ദ്രത്തിൽ പോയിട്ട് പലരുമായിട്ടും ടൈപ്പ് ഇസ്ലാമിനെ പൊളിക്കാനാ. റസൂലിനെ പറ്റി വിശ്വാസം എന്താ അറിയോ? ഉഗ്രവാദികളായ സൂഫികളുടെ വിശ്വാസം അള്ളാന്റെ റസൂല് ഇവർ ഔലിയാക്കന്മാർ സ്ഥാനത്തേക്ക് എത്തൂലാണ്. ഒറ്റ റസൂലുമാരും ഒരൊറ്റ പ്രവാചകന്മാരും ഈ ഔലിയാക്കന്മാർ സ്ഥാനത്തേക്ക് എത്തൂല. അബൂ യസീദുൽ ബിസ്താമി എന്ന് പറയുന്ന സൂഫി പറഞ്ഞു ഖുൽനാ ബഹറൻ വഖഫൽ അംബിയാഉ ബിസാഹിരിഹി, ഞങ്ങൾ ഒരു സമുദ്രത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു, അമ്പിയാക്കന്മാർ അതിന്റെ തീരത്ത് നിൽക്കുകയാകുന്നു. ഓടി ഇറങ്ങിയിട്ടില്ല. അവർക്ക് ഇറങ്ങാൻ ധൈര്യമില്ലാത്ത കടലിലേക്കാ ഞങ്ങൾ ഇറങ്ങിയത്. അതാണ് ഹഖീഖത്താകുന്ന ത്വരീഖത്താകുന്ന കടൽ. ശരീഅത്താകുന്ന കപ്പലിൽ പോയി ത്വരീഖത്താകുന്ന കടലിക്ക് മുങ്ങി ഹഖീഖത്താകുന്ന മുത്തെടുക്കണം. അപ്പോഴേ ഒറിജിനൽ മുസ്ലിം ആകുള്ളൂ. അത് സൂഫിക്കേ കഴിയുള്ളൂ. മറ്റൊക്കെ കപ്പലിൽ കയറി നടക്കുക. അതാ ശരീഅത്ത്. നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഇതൊക്കെ ശരീഅത്താണ്. അത് കപ്പലാണ്. ആ കപ്പലിൽ പോയിട്ട് പിന്നെന്ത് ചെയ്യണം? ആഴക്കടലിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോ അവിടെ മുത്തുണ്ട് ഉള്ള സ്ഥലമായി കഴിഞ്ഞാൽ കപ്പലിൽ ചാടണം കടലിക്ക്. പിന്നെ മുങ്ങണം, പിന്നെ മുത്തെടുക്കണം. മുത്താഗ്രഹിക്കുന്നവൻ കപ്പലിൽ കയറണം, പിന്നെ കടലിൽ മുങ്ങണം, എന്നിട്ട് മുത്തെടുക്കണം. നമ്മളൊക്കെ കാലാക്കാലം കപ്പലിങ്ങനെ തിരിയാ, വേറെ എടുക്കും പോടില്ല. കുറച്ച് കഴിയുമ്പോ മറ്റോൻ ചാടി കപ്പലിന്, ഓൻ കടലിക്ക് മുങ്ങി. ഇനി ഓനെ കപ്പൽ ആവശ്യമില്ല. പള്ളിക്ക് ബാങ്ക് കേൾക്കും, ഓൻ പോകൂല. ഓൻ പള്ളി എന്ത് അമ്പലം എന്താ വക ഒന്നുമില്ല. കാരണം എന്താ? ഓൻ ഇവിടുന്ന് പോയി കപ്പലേക്ക് കടലിലേക്ക് ചാടി മുത്തും തന്നെ പോയതാ ഓന്. അമ്പിയാക്കളോ തീരത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ ഇറങ്ങിയ കടലിലേക്ക് അവൻ ഇറങ്ങിയിട്ടില്ല. ആ മുത്ത് കിട്ടുമ്പോ ഓനും മുത്തും മുത്തേരാ അല്ല, ഓനും അല്ലും ഒന്നായി മാറി. അവന് മുത്തായി മാറി, മുത്തിന്റെ ഭാഗമായി മാറി. അപ്പൊ എല്ലാം അല്ലാഹു തന്നെ. അതുകൊണ്ടാ ബിസ്താമി പറഞ്ഞത് ഫിർഔന് മൂസാ നബിയേക്കാളും വല്ല ഈമാൻ ഉണ്ടായിരുന്നു. കാരണം ഫിർഔൻ പറഞ്ഞെന്താ? അന റബ്ബുക്കുമുൽ അഅല, ഞാൻ റബ്ബാണ്. മൂസാ നബിക്ക് അത് മനസ്സിലായില്ല. എല്ലാം റബ്ബാണ്. അപ്പൊ ഫിർഔൻ റബ്ബ് തന്നെയാണ്. മൂസാ നബിക്ക് മനസ്സിലായില്ല, അതാ പയച്ചത്. ഫിർഔൻ പറഞ്ഞതാ ശരി. ജാമിഉൽ കറാമത്തുൽ ഔലിയായിൽ യൂസുഫ് നബ്ഹാനി എഴുതി വെച്ചു, വെള്ളിയാഴ്ച ജുമുഅ തുടങ്ങുന്ന കുറച്ച് മുമ്പ് ഒരു മനുഷ്യൻ കയ്യിൽ വാളും പിടിച്ചിട്ട് തുണിങ്ങുപ്പായം കൊടുക്കാതെ പള്ളിയിൽ വന്നു. അയാൾ നേരെ മിമ്പർക്കാണ് കയറി. നമ്മുടെ നാട്ടിൽ ചില മനുഷ്യന്മാരെ ഖതീബ് താഴത്തുണ്ടാകും, മറ്റവങ്ങളാണ് കയറുന്ന ആദ്യം. അങ്ങനത്തെ കയറ്റ ഇയാൾ അവിടെ കയറി. കംപ്ലീറ്റ് അയച്ചിട്ട് ചങ്ങാതി ഒരു വാള് കയ്യിലുണ്ട്. നേരെ മിമ്പർമാർ കയറി അവിടെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ് അലൈഹി സ്വലാത്തു വസ്സലാം.
അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാ ഇലാഹ ലക്കും ഒരു ഇലാഹുമില്ല ഇല്ലാ ഇബ്ലീസ് അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്ലീസ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാത്ത ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മനുഷ്യന്മാരാകെ ബേജ ഏത റബീബിനാന്നുള്ളത് ഇയാൾ ഔലിയാണ്, ഇയാള് മുത്ത് പെടുക്കാൻ ഇറങ്ങിയ മനുഷ്യനാ. ബലക്കെ പട ഇളകി ഇയാള് ബാളോങ്ങിയപ്പോ മനുഷ്യന്മാരെ പള്ളിക്കുന്ന ഇറങ്ങി ഓടി. ആളുകളാകെ കുറ്റം പറയും, ചങ്ങായി നമ്മളെ ജുമാവാത്തിലാക്കി, ഏതാണ് ഈ പിരാന്തൻ എന്ന് പറഞ്ഞ് മനുഷ്യന്മാരെ പിരിഞ്ഞു പോയി. അടുത്ത മഹലിലെ മനുഷ്യന്മാർ എന്നപ്പോ ബലി പറഞ്ഞു, ഞങ്ങൾക്ക് ജുമാവാത്തിലായി ഒരു ചങ്ങാതി കയറി വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തു. അപ്പൊ ഒരു അല്ല അയാൾ അവിടെയും വന്നല്ലോ പറഞ്ഞു. അപ്പൊ ഇതേ സമയത്ത് ഈ ചങ്ങായി അവിടെയും വന്നിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോ അത് 40 പള്ളിക്ക് ഇയാളെ പോയിട്ട് ജുമാവാത്തിലാക്കിയിട്ടുണ്ട്. അതാണ് സൂഫി എന്ന സാധനം. അമ്പിയാക്കന്മാർ ഓലത്തേക്ക് എത്തൂലാന്ന, ഔലിയാക്കന്മാർ റബ്ബിലേക്ക് അങ്ങ് ലയിച്ച് ഓരോ കൽബിന്റെ മറ നീങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ഗൈബും ഓർക്ക് ഇങ്ങനെ വെളിപ്പെടുന്ന. അപ്പോൾ ലൗഹുൽ മഹ്ഫൂദ് കാണും, അർശ് കാണും, കുർസി കാണും. അപ്പോൾ ഒരു കള്ളഹദീസൊക്കെ പറയും. അപ്പൊ ചോദിക്കും, എന്താ ഇത് ദഈഫാണല്ലോ, ഇത് മൗദൂ ആണല്ലോ. ഓല് പറയാ, ഞാൻ നബിയോട് ചോദിച്ചു, നബി പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. നബിയോട് പോയി ചോദിക്കാൻ, നബി ഈ ഹദീസുകൾ പറഞ്ഞേക്കണോ? അത് ഞാൻ പറഞ്ഞതാണ്. ഇമാം ബുഖാരിയൊക്കെ മഹാപോയത്തം ചെയ്തു. നാട് മുഴുവൻ നടന്ന് അവിടെയൊക്കെ തെരഞ്ഞു പിടിച്ച് അന്വേഷിച്ച് എഴുതിയിട്ട് ചരിത്രം പഠിച്ച് വന്നിട്ട് ഇത് ദഈഫ സ്വഹീഹ എന്ന് വേർതിരിക്കുക. ബലോ നബിയോട് പോയി ചോദിക്കുക, നബി ഈ ഹദീസുകൾ പറഞ്ഞതാണോ? അത് ഞാൻ പറഞ്ഞതാണ്. ഖലാസ്. അത് റബ്ബിനോട് ചോദിക്കുക. ഒരു ഹദീസിന്റെ സനദത ഹദ്ദസനി ഖൽബി അൻ റബ്ബി, ഹദ്ദസനി ഖൽബി എന്റെ ഖൽബ് എന്നോട് പറഞ്ഞു, അൻ റബ്ബി അല്ലാഹ് പറഞ്ഞതായിട്ട് എന്റെ ഖൽബ് പറഞ്ഞു. അല്ലാഹ് ഇവന്റെ ഖൽബിനോട് പറയാ, ഖൽബ് ഓനോട് പറയാ. ഞാൻ അതിലും വലിയ സ്വഹീഹ് എന്താ വേണ്ടിയില്ല. ഈ വക തോന്നിവാസങ്ങളെല്ലാം ദീനിന്റെ പേരിൽ കൊണ്ടുവന്ന സൂഫിയാണ്. മുരീദിനെ പരീക്ഷിക്കാൻ എന്തും ചെയ്യാൻ മുരീദിനെ പരീക്ഷിക്കാൻ. മുരീദിനെ പറയും, കുറച്ച് മദ്യം കൊണ്ടുവരാൻ, മദ്യം കൊണ്ട് ഷെയ്ഖാണ്ട് കുടിക്കും, ഒന്നും ചോദിക്കാൻ പാടില്ല. മുരീദ് വിശ്വസിച്ചോളണം, ഷെയ്ഖ് കുടിക്കുന്നത് മദ്യമാണെങ്കിലും വായിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ അത് തേനായി മാറും എന്ന് വിശ്വസിക്കണം. ഉസ്താദേ ഇത് കള്ള ഹറാമല്ലേ ചോദിച്ച വാവുട്ടായി, ചോദ്യം പാടില്ല. മുരീദ് അങ്ങാടി കൂടി കഴുതനെയും കൊണ്ട് പോകുമ്പോ ഉസ്താദ് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങി കഴുത തല പിടിക്കുകയാണ്, തലവൻ പിടിച്ചു. ഉസ്താദ് കഴുതനെ കാമപൂർത്തിക്ക് ഉപയോഗിച്ചു. അങ്ങാടി ശിഷ്യൻ ചോദിക്കാൻ പാടില്ല, അത് ഉസ്താദ് ഇന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് വാൻ വിശ്വസിക്കണം. ഇതാണ് സൂഫി എന്ന സാധനം. നമ്മൾ വിചാരിച്ച അത്ര ഇത് വിഷം കുറഞ്ഞൊന്നല്ല. ദീനെ പൊളിക്കാൻ ജൂത ശ്രമങ്ങളാൽ ഷിയാക്കൾ രൂപം നൽകി ആ ഷിയാക്കളുടെ ശ്രമഫലമായി ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനമാണ് സൂഫി എന്നുള്ളത് ഞാൻ പറഞ്ഞപ്പോ സ്വാഭാവികമായി കൂട്ടത്തിൽ പറഞ്ഞു പോയി എന്ന് മാത്രം. അവരാണ് സഹോദരങ്ങളെ ഈ ജാറ സംസ്കാരം കൊണ്ടുവന്നത്. അവരാണ് ഖബറുമായി ബന്ധപ്പെട്ട് ഇബാദത്തുകൾക്ക് രൂപം നൽകിയത്. അവരാണ് ഖബറാളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശിർക്കൻ ഏർപ്പാട് കൊണ്ടുവന്നത്. അവരാണ് മാലയും മൗലിദും റാത്തീബും കുത്തുബിയത്തും ഈ സമുദായത്തിൽ കൊണ്ടുവന്നത്. അല്ലാതെ അഹ്ലുസുന്നയല്ല, അഹ്ലുസുന്നക്ക് പരിചയമില്ല. ഈ വക ഏർപ്പാടൊക്കെ അവരെ സംഭാവനയാ. ഇത് മുഴുവൻ ഷിയായിസമാണ്, ഇത് മുഴുവൻ ജൂതായിസമാണ്. ഈ മാലപ്പാട്ടൊക്കെ ഒന്ന് പഠിക്കാൻ തയ്യാറാവുക. അപ്പൊ മനസ്സിലാവും ഇതിലൊക്കെ ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചൊല്ലാൻ പോയിട്ട് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ആശയങ്ങൾ അവയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. പോട്ട വിഷയം അതല്ല. ഏതായിരുന്നാലും ശരി, ഈ ഖബറുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകൾ അവരുടെ രീതിയാണ്, നബി തങ്ങൾ പഠിപ്പിച്ചതല്ല. അങ്ങനെ ഖബറുണ്ടായി, ആരാധനാ കേന്ദ്രമായി, അവിടെ എളുപ്പുണ്ടായി, അവിടെ മനുഷ്യന്മാർ വന്ന് കൂടാൻ തുടങ്ങി. അങ്ങനെ പ്രത്യേകമായ ദിവസങ്ങൾ നിശ്ചയിച്ച് ആഘോഷമാക്കി മാറ്റി. അതാണ് ഉറൂസുകൾ. നേർച്ചയും ഉറൂസും ഒക്കെ അങ്ങനെയാ വന്നത്. നേർച്ച ഇസ്ലാമിലെ ഇബാദത്താണ്. നേർച്ച ഇബാദത്തായിരിക്കാം അല്ലാഹുവിന്, സംശയമില്ല. നേർച്ച അല്ലാഹുവിന്, കാരണം നേർച്ച ഇബാദത്താണ്. ഇന്ന് രാത്രി ഒരാൾ തഹജ്ജുദ് കഴിക്കാൻ നേർച്ചയാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അയാൾക്ക് തഹജ്ജുദ് കാലം ഫർളായി മാറി. ബാക്കി എല്ലാവർക്കും സുന്നത്താണെങ്കിൽ അയാൾക്ക് ഫർളായി മാറി. അതാണ് നേർച്ചന്റെ പ്രത്യേകത. അത് എന്തിനാ നേർച്ച? രോഗം മാറാനല്ല, ജോലി ശരിയാവാനല്ല, വിസ കിട്ടാനല്ല, കളഞ്ഞുപോയ വസ്തു കിട്ടാനല്ല, നേരെ മറിച്ച് കൂലി കിട്ടാൻ വേണ്ടി. പള്ളി ഉണ്ടാക്കാൻ നേർച്ചയാക്കാം, മദ്രസ ഉണ്ടാക്കാൻ നേർച്ചയാക്കാം, യതീമിനെ സഹായിക്കാൻ നേർച്ചയാക്കാം, സുന്നത്ത് നോമ്പ് നോക്കാൻ നേർച്ചയാക്കാം, സ്വതക്ക ചെയ്യാൻ നേർച്ചയാക്കാം, ദിക്ർ ചൊല്ലാൻ നേർച്ചയാക്കാം, സ്വലാത്ത് ചൊല്ലാൻ നേർച്ചയാക്കാം, ഖുർആൻ ഓതാൻ നേർച്ചയാക്കാം. ഇബാദത്തുകളൊക്കെ നേർച്ചയാക്കാം, നിർബന്ധമല്ലാത്ത ഏത് ഇബാദത്ത്. നാളെ രാവിലെ സുബീസ് കഴിക്കാൻ നേർച്ചയാക്കി, അത് പറ്റൂല, കാരണം അതല്ലെങ്കിലേ ഫർളാണ്. ഇന്ന് രാത്രി പോയിട്ട് ഭക്ഷണം കഴിക്കാൻ നേർച്ചയാക്കി, അത് പറ്റൂല. അതെന്താ? അതൊരു ഇബാദത്തായി പുണ്യകർമ്മമായി പരിചയപ്പെടുത്തിയതല്ല, അനുവദനീയമായ കാര്യമാണ്.
നിർബന്ധമില്ലാത്ത പുണ്യകർമ്മങ്ങളെ സ്വയം നിർബന്ധമാക്കുക, അതാണ് നേർച്ച. അപ്പൊ നേർച്ച ആർക്ക്? ഓമന ശ്രോതാക്കൾക്കല്ല, മമ്മുളങ്ങൾക്കല്ല, ബദരീങ്ങൾക്കല്ല, ചെറു ശ്രോതാക്കന്മാർക്കല്ല, അതേപോലെ മൊയ്തീൻ ശൈഖിനോ റിഫായി ശൈഖിനോ അല്ല. നേർച്ച റഹ്മാനായ റബ്ബിനാണ്. ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. മറിയം ബീവിയോട് അല്ലാഹു തആല പറഞ്ഞു, നീ പറഞ്ഞേക്കുക, ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, റഹ്മാനായ റബ്ബിന് ഞാൻ നോമ്പ് നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് നീ പറഞ്ഞേക്കുക. കണ്ടോ, നേർച്ച റഹ്മാനായ റബ്ബിന്. നമ്മുടെ നാട്ടിലോ നേർച്ച എന്ന് പറയുമ്പോഴേക്ക് മനസ്സിലേക്ക് വരുന്നത് ഓമന ശ്രോതാക്കളെ പറ്റിയ, പിന്നെ ബാക്കിയൊക്കെ. അങ്ങനത്തെ നേർച്ച ഇസ്ലാമിലില്ല. ഖബറുമായി ബന്ധപ്പെട്ട നേർച്ച ഇസ്ലാമിലില്ല. ഖബറ് കെട്ടിയെടുത്ത് ജാരമാക്കി മാറ്റിയപ്പോഴാ പിന്നെ അവിടേക്ക് നേർച്ച ഏർപ്പാടുണ്ടായത്, പിന്നെ ഉറൂസ് ഉണ്ടായത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഖബറുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടുത്തി എന്താണെന്നറിയോ? നബി തങ്ങൾ പറഞ്ഞു, എന്റെ ഖബർ നിങ്ങൾ ആഘോഷ കേന്ദ്രമാക്കി മാറ്റരുത്. എന്റെ ഖബറ് ആഘോഷ കേന്ദ്രമാക്കി മാറ്റരുത്. ലാ തജ്അലു ബുയൂതകും ഖുബൂറാ, ലാ തജ്അലു ബുയൂതകും ഖുബൂറാ, നിങ്ങളെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കി മാറ്റരുത്. നിങ്ങളെ വീട് ഖബറാക്കി മാറ്റരുത്. എന്താ കാരണം? വീട്ടിൽ ഖുർആനോത്ത് വേണം, വീട്ടിൽ ദിക്ർ വേണം, വീട്ടിൽ സ്വലാത്ത് വേണം, വീട്ടിൽ ദുആ വേണം, വീട്ടിൽ നമസ്കാരം വേണം, വീട്ടിൽ ഇബാദത്ത് വേണം. ഖബർ പോലെ വിജനമായി ഇബാദത്തില്ലാതെ കിടക്കുന്ന അവസ്ഥ വീട്ടിൽ പാടില്ല. ലാ തജ്അലു ബുയൂതകും ഖുബൂറാ, നിങ്ങളെ വീടുകളെ നിങ്ങൾ ഖബറാക്കി മാറ്റരുത്. വലാ തജ്അലു ഖബരി ഈദാ, എന്റെ ഖബറിനെ ആഘോഷ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യരുത്. മൂലമാർ ചോദിച്ചു നോക്കി, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്ന്? എന്റെ ഖബറ് ഈദാക്കി മാറ്റരുത്, ഉത്സവ സ്ഥലമാക്കി മാറ്റരുത്, ആഘോഷ സ്ഥലമാക്കി മാറ്റരുത്. വസല്ലു അലയ്യ, നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. ഫഇന്ന സ്വലാത്തകും തബ്ലുഗനി ഹൈസു കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ സ്വലാത്ത് എനിക്കെത്തും. ഞാൻ കേൾക്കുന്നല്ല, എനിക്കെത്തും. അതിന് അല്ലാഹു തആല മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ല, ഞാനത് കേൾക്കുമെന്ന് നബി പറഞ്ഞിട്ടില്ല. നിങ്ങൾ എവിടെയാണെങ്കിലും സ്വലാത്ത് ചൊല്ലിക്കൊള്ളുക, ആ സ്വലാത്ത് എനിക്കെത്തും. അപ്പൊ എന്റെ ഖബറ് ഈദാക്കരുത്, ആഘോഷ കേന്ദ്രമാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താണ് ഈ ഹദീസ് പറഞ്ഞത്? ഈ ഹദീസിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം മിർഖാത്തുൽ മഫാത്തിഹിൽ മുല്ലാ അലിയുൽ ഖാരി റഹിമഹുല്ലാഹ് ഇത് വിശദീകരിക്കുന്നു. എന്താണ് ഈ പറഞ്ഞ ഈദ്? ഈദ് ആക്കരുത് എന്ന് പറഞ്ഞാൽ ഐ ലാ തജ്അലു സിയാറത്ത ഖബരി ഈദാ, എന്റെ ഖബറിന്റെ സിയാറത്ത് നിങ്ങൾ ഉത്സവമാക്കി മാറ്റരുത്. ഔ ലാ തജ്അലു ഖബരി മദ്ഹറ ഈദിൻ, അല്ലെങ്കിൽ ഉത്സവത്തിന്റെ പ്രകട സ്ഥലമായി എന്റെ ഖബർ നിങ്ങൾ മാറ്റരുത്. നബി തങ്ങളുടെ വസിയത്ത് അതൊക്കെ. എന്റെ ഖബറ് ഉത്സവത്തിന്റെ കേന്ദ്രമാക്കി മാറ്റരുത്. കാരണം എന്താ? ഫഇന്നഹു യൗമുൽ ലഹ്വി വസുറൂർ, ആഘോഷം എന്ന് പറഞ്ഞാൽ വിനോദമാണ്, സന്തോഷമാണ്. വഹാലു സിയാറ ഖിലാഫു ദാലിക, സിയാറത്ത് എന്ന് പറഞ്ഞാലോ അത് സന്തോഷവും അതേപോലെ ഉത്സവം ഒന്നും അല്ലല്ലോ, അത് ദുഃഖമല്ലേ, വിഷമമല്ലേ. അതുകൊണ്ട് അത് രണ്ടും ഒരിക്കലും പറ്റൂല. ഖബർ സിയാറത്ത് പരലോകം ഓർക്കാനാ, അത് ആഘോഷമാക്കി മാറ്റാൻ പാടില്ല. ചിലര് പറഞ്ഞെന്താ, അത് എപ്പോഴും സിയാറത്തിന് വരണമെന്നാണ്, പെരുന്നാള് പോലെ കൊല്ലത്തിലൊക്കെ വന്നാ പോരാ എന്ന് കീഴണ്ട്. അത് ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു, അതിനൊന്നും അടിസ്ഥാനമില്ല. മൂലമാരെ പൈമില പിടിക്കുക. ആഘോഷമാക്കിയതിന് ആഘോഷം കൊല്ലത്തിന് ഒരുക്കലുണ്ടാവുള്ളൂ, നമ്മൾ ഒരുക്ക വന്നാ പോരാ, എന്നും വരണം എന്നാണ് പറഞ്ഞത്. അത് ഏതോ മുസ്ലിയാക്കന്മാർ അന്ന് പറഞ്ഞു പോയതാ, അല്ലാതെ പറഞ്ഞ ആളെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. മാത്രവുമല്ല, ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇമാം തീബി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഹദീസ് വ്യാഖ്യാനം നൽകുമ്പോൾ അദ്ദേഹം പറയാ, നിങ്ങൾ ഒരുമിച്ച് കൂടി അതൊരു ആഘോഷമാക്കി ഉത്സവമാക്കി മാറ്റാൻ പാടില്ല. കാരണം വകാനത്തുൽ യഹൂദു വന്നസാറ തഫഅലു ദാലിക ബിഖുബൂരി അംബിയാഇഹിം, യഹൂദികളും നസാറാക്കളും അവർ അംബിയാക്കളുടെ ഖബറുകളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരൊക്കെ വാഫിലീങ്ങളായി മാറി, അശ്രദ്ധവാന്മാരായി മാറി, ദീനിൽ നിന്ന് വിദൂരമായി പോകുന്ന, ദീനിൽ നിന്ന് തൊട്ട് ശ്രദ്ധയില്ലാതായി പോകുന്ന ആളുകളായി ആ ജൂത ക്രിസ്ത്യാനികൾ മാറി. മാത്രവുമല്ല, വിഗ്രഹാരാധകന്മാരുടെ സമ്പ്രദായവുമാണത്.
വിഗ്രഹാരാധകന്മാരുടെ സമ്പ്രദായമാണത്. അന്നഹും ലാ യസാലുന യുഅല്ലിമുന അംബാതഹും. കണ്ടോ, വിഗ്രഹാരാധകന്മാർ അവരുടെ മരണപ്പെട്ട ആളുകളെ ഖബറുകളെ അവരെ ബഹുമാനിക്കുന്നു. ഹത്താ ഇത്തഖദൂഹാ അസ്നാമ. അങ്ങനെ അവസാനം അതിനെ അവർ വിഗ്രഹമാക്കി മാറ്റുന്നു. അത് പാടില്ല. അപ്പൊ ജൂതന്റെ പണിയാണ്, ക്രിസ്ത്യാനിയുടെ പണിയാണ്, വിഗ്രഹാരാധകന്റെ പണിയാണ്. അതുകൊണ്ട് ആ പണി നിങ്ങൾ ചെയ്യല്ല. എന്റെ ഖബർ നിങ്ങൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റല്ല. എത്ര വ്യക്താണ്. പക്ഷേ ഖബറുകളിൽ 3-നും 7-നും 14-നും 40-നും കൊല്ലത്തോട് കൊല്ലവുമൊക്കെ പ്രത്യേകമായ ആഘോഷങ്ങൾ, ആചാരങ്ങൾ നമ്മുടെ നാടുകളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഫത്ഹുൽ മുഈന്റെ വ്യാഖ്യാനമായ ഇആനത്തുൽ ത്വാലിബീൻ എന്നത്തെ പറഞ്ഞല്ലോ, പല ഖുറാഫാത്തും തെളിവുണ്ടാക്കിയ കിതാബ. അതിലടക്കം പറയാം, വമിനൽ ബിദ്അഇൽ മുൻകറത്തി വൽ മക്റൂഹ് ഫിഇലിഹാ. മുൻകറായ ബിദ്അത്താണ്, വെറുക്കപ്പെട്ട ബിദ്അത്താണ്, ചെയ്യൽ വെറുക്കപ്പെട്ട കാര്യമാണ്. മാ യഫ്അലുഹു നാസ് മിനൽ വഹ്ശ വൽ ജംഇ വൽ അർബഈൻ. പ്രത്യേകമായ സംഗമങ്ങൾ 40 ഇതൊക്കെ വെറുക്കപ്പെട്ട കാര്യമാണ്. ബൽ കുല്ലു ദാലിക ഹറാം. അത് ഹറാമാണ്. ഇൻ കാന മിൻ മാലി മഹ്ജൂരിൻ. ജപ്തി ചെയ്യപ്പെട്ടവന്റെ സ്വത്തിൽ നിന്നാണെങ്കിൽ, ഔ മിൻ മയ്യിത്തിനഹി ദൈനുൻ, അല്ലെങ്കിൽ കടമുള്ള മയ്യിത്തിന്റെ സ്വത്തിൽ നിന്നാണെങ്കിലും അത് ഹറാമാവുകയും ചെയ്യുമെന്നാണ് പഠിപ്പിച്ചു വെച്ചത്. മാത്രവുമല്ല, വലാ ശക്ക അന്ന മൻ അന്നാസ് മിൻ ഹാദിഹിൽ ബിദ്അത്തിൽ മുൻകറ. ഇത്തരം ബിദ്അത്തിനെ എതിർക്കുക, ജനങ്ങളെ തടയുക എന്നത് ഫീഹി ഇഹ്യാഉൽ ലിസുന്ന. അത് സുന്നത്തിനെ ജീവിപ്പിക്കലാണ്. വ ഇമാതത്തുൽ ബിദ്അ. അത് ബിദ്അത്തിനെ കുഴിച്ചു മൂടലാണ്, അതിനെ കൊന്നുകളയലാണ്. വ ഫത്ഹുൽ ലികസീർ മിൻ അബ്വാബിൽ ഖൈരി. ഒരുപാട് ഖൈറിന്റെ കവാടങ്ങൾ തുറക്കലാണ്. വ വലഖുൽ ലികസീർ മിൻ അബ്വാബിൽ ശർരി. ഒരുപാട് തിന്മകളുടെ കവാടങ്ങളെ അടക്കലുമാണ്. ഫൈനന്നാസ യതകല്ലഫൂന ആളുകൾ ഇതിന്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. അതുവഴി ഇക്കാര്യങ്ങൾക്ക് ഹറാമായി മാറാനാണ് കാരണമായി തീരുക. അതുകൊണ്ട് അത്തരം ചെയ്തികൾ തടയൽ അത് സുന്നത്തിനെ ജീവിപ്പിക്കലാണ്, ബിദ്അത്തിനെ ഇല്ലായ്മ ചെയ്യലാണ്, നന്മയുടെ കവാടങ്ങളെ തുറക്കലാണ്, തിന്മയുടെ കവാടങ്ങളെ കൊട്ടിയടക്കലാണ് എന്ന് ഇആനത്തുൽ ത്വാലിബീൻ. കണ്ടോ, ഷാഫി മദ്ഹബിലെ ഏത് കിതാബ് എടുത്താലും ഖബറുമായി ബന്ധപ്പെട്ട് ഈ വക വകുപ്പല്ലാതെ വേറൊന്നും കിട്ടൂല. ഏറി വന്ന മുസ്ലിയാക്കന്മാർക്ക് കിട്ടുക ഖബറുകൾക്ക് നേർച്ച ചെയ്യുന്ന വിഷയത്തിൽ ചില പണ്ഡിതന്മാരുടെ വാക്കുകളുണ്ട്. നേർച്ച ചെയ്യുന്നതിന്റെ വിധി എന്ത് എന്ന ചോദ്യം വന്നപ്പോ അതിനവർ വിശദാംശങ്ങൾ വെച്ചിട്ടുണ്ട്. അവിടെ നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ പരിസരത്തുള്ളവർക്ക് കൊടുക്കാനോ ഒക്കെ ആണെങ്കിൽ എങ്ങനെ, ഖബറാളിക്ക് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ എങ്ങനെ, അല്ലാത്ത ഉദ്ദേശം കൊണ്ടാണെങ്കിൽ എങ്ങനെ എന്ന ചില ചർച്ചകൾ ചില ഫിഖ്ഹിന്റെ കിതാബിലുണ്ട് എന്നതൊഴിച്ചാൽ ഖബർ കെട്ടിപ്പൊക്കാനോ അത് ജാറമാക്കി മാറ്റാനോ അവിടെ ആഘോഷം ഉണ്ടാക്കുവാനോ അവിടെ ആണ്ട് നേർച്ച കഴിക്കാനോ ഉത്സവമാക്കി മാറ്റുവാനോ ഇല്ല. ആധികാരികരായ ഔദ്യോഗികരായ ഒരു ഇമാമിന്റെ അധ്യാപനത്തിലും നമുക്കതിന് തെളിവ് കാണുക സാധ്യമല്ല. ഹദീസുകളിൽ ഏതായിരുന്നാലുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു വസിയത്തായി പറയുകയാണ്, ഒരു വാശിക്ക് വേണ്ടി, താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഒക്കെയാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീനിൽ ഹറാമായി പഠിപ്പിച്ച, സുന്നത്തിൽ ഹദീസിൽ ശപിക്കപ്പെട്ട കാര്യമായി പറഞ്ഞ, ലോക മനുഷ്യരിൽ, ലോക സൃഷ്ടികളിൽ ഏറ്റവും ശർറായവർ, ഏറ്റവും ദുഷിച്ചവർ എന്ന് പ്രവാചകന്റെ തിരുനാവ് കൊണ്ട് പഠിപ്പിച്ച, വഫാത്താകുന്നതിന്റെ 3 ദിവസം മുമ്പ്, 5 ദിവസം മുമ്പ്, അവസാന സമയങ്ങളിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ വസിയത്തായി പറഞ്ഞ ഒരു കാര്യത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് ഈ ചെയ്തികൾ എന്നുള്ളത് മറക്കാതിരിക്കുക. പള്ളി ഭാരവാഹികൾക്ക്, ഖബർസ്ഥാൻ ഭാരവാഹികൾക്ക് പ്രത്യേകിച്ചും അതിൽ ബാധ്യതയുണ്ട് എന്നത് നമ്മൾ മറക്കാതിരിക്കുക. ഇതിനെ എതിർക്കുമ്പോഴും മറ്റ് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആയിക്കുക. ഞങ്ങൾക്ക് കിട്ടിയതല്ലോ, ഈ വരുമാനം അവർക്കല്ലേ പോണത്, അതുകൊണ്ടല്ല എതിർക്കേണ്ടത്. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ദീനിനെതിരാണല്ലോ ഇതൊക്കെ. ഒപ്പം ഇനി അവിടെ നടക്കുന്ന, ഭാവിയിൽ നടക്കാൻ പോകുന്ന ആണ്ടുകളിൽ, നേർച്ചകളിൽ, ഉറൂസുകളിൽ സ്വാഭാവികമായും ആലപിക്കപ്പെടുന്ന പദ്യങ്ങളും ഗദ്യങ്ങളും ഒക്കെ ശിർക്ക് ഉൾക്കൊള്ളുന്നവയുമായിരിക്കും. ആ മഹാനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അതേപോലെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കൊടിയ ശിർക്കിന്റെ വരികളാണ് അത്തരം സ്ഥലങ്ങളിൽ ആലപിക്കപ്പെടാറുള്ളത്. മങ്കൂസാണെങ്കിലും ഷറഫ് അനാമാണെങ്കിലും മറ്റേത് മൗലിദാണെങ്കിലും അവിടെയൊക്കെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശൈലികളാണല്ലോ അവയിലുള്ളത്. അതുകൊണ്ടും ആ ശൈലി ശരിയല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക.
അതിനാൽ മറ്റു വാശികൾ ഒഴിവാക്കി അള്ളാന്റെ ദീനിൽ ഇത്ര കണിശമായി പഠിപ്പിച്ച വിഷയത്തിനെതിരെ മഹല്ല് കമ്മിറ്റി തീരുമാനമെടുക്കുന്നുവെങ്കിൽ അത് ഇല്ലാതാക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകൾ പ്രത്യേകിച്ചും താല്പര്യം കാണിക്കേണ്ടതുണ്ട്. അതിന് പറ്റൂലേ, ആ സ്ഥാനം ഒഴിവാക്കാം. മഹല്ല് സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ ഇത് ഇല്ലാതാക്കാൻ പറ്റുന്ന ഞാനതിനില്ല, അള്ളാന്റെ കോടതിയിൽ എനിക്കിത് സമാധാനം പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിവായി പോന്നാൽ അതെങ്കിലും ഒരു പക്ഷെ അതിനുള്ള